وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് പരിപൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ തൗഫീഖ്, ഈ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള അതിനുള്ളൊരു ഉദവി പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഇൻശിറാഇലെ വളരെ കാണാപ്പാടമുള്ളൊരു ചെറിയ വചനമാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. അസ്തിത്വം നിലനിർത്താനുള്ള വ്യഗ്രത ഈ പ്രകൃതിയിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ ജീവജാലങ്ങളും ചെടികളും മരങ്ങളും എല്ലാം അവയുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തിനേയും അതിജയിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തുക എന്നത് എല്ലാ വസ്തുക്കളിലും അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരു പ്രകൃതിയുടെ ഒരു കഴിവാണ്. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? നമ്മുടെ അസ്തിത്വത്തിനൊരു മഹത്വമുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ കലിമത്തു തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ സ്വീകരിച്ച ഒരാളെ അള്ളാഹു ഉപമിക്കുന്നത് മരത്തിനോടാണല്ലോ. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ. ഒരു നല്ല മരത്തിനോടാണ്. എന്താണ് മരത്തിന്റെ പ്രത്യേകത? പറയേണ്ടതില്ല. ഓരോ സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്ന പ്രകൃതമാണ് ഒരു മരത്തിനുള്ളത്. അല്ലേ? ഈ അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിന് അള്ളാഹു നമ്മെ ഉപമിക്കുന്നതിനോടാണ്. നൂറുകണക്കിന് തെങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിൻ തോപ്പില് ഒരു മാവ് നിൽക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. എല്ലാരും തേങ്ങയാണ് കൊടുക്കുന്നത്, ഞാൻ എന്തിനാണ് മാങ്ങ കൊടുക്കാൻ നിൽക്കുന്നത്? ഞാനും ഇന്ന തന്നെ കൊടുക്കട്ടെ എന്ന് ആരും വിചാരിക്കൂലല്ലോ, ഒരു മരം വിചാരിക്കൂലല്ലോ. അതാണ് ആ മരത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞത്, നമ്മൾ ആരുടെ കൂട്ടത്തിൽ ജീവിക്കുകയാണെങ്കിലും ശരി, മുഅ്മിനിന് ഒരു അസ്തിത്വമുണ്ട്.
അത് അത്രമേൽ ഉറപ്പേറിയതാണ്. ഇതറിയാൻ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കുറെ വിശ്വാസ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പ്രധാനമായി പഠിക്കാനുള്ള മറ്റൊരു ഭാഗം, പഠിക്കുക മാത്രമല്ല, ഞാൻ ഓർമ്മപ്പെടുത്തി തരികയാണ്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും ഏതൊരു വിശ്വാസിക്കും ബാധ്യതയുണ്ട്. വിശ്വാസി അതിന് ബാധ്യസ്ഥനാണ്. റസൂലിനെ ശരിക്കറിയുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മൾ റിസാലത്ത് എന്നാണ് പറയുക. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് റിസാലത്ത് എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഒരു പാർട്ട് മാത്രം മതിയാവൂലല്ലോ. അതിന്റെ കൂടെ വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഈ ഒരു ഭാഗം കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. റസൂലിനെ അറിയുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇമാം സുഹരി റഹിമഹുല്ല പറയുന്ന ഒരു വാക്കുണ്ട്, ഫീ ഇൽമിൽ മഗാസി ഹുവ ഇൽമു ദുനിയ വൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഇൽമുണ്ടല്ലോ, ആ ഇൽമ് നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും നേടുന്ന ഇൽമുകളിൽ ഏറ്റവും പ്രധാനമാണ്. നബി അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക, പരിചയപ്പെടുക, ആ മഹത്തായ ജീവിതത്തെ ഉൾക്കൊള്ളുക. ആലോചിച്ച് നോക്കണേ, മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ല പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഉണ്ടല്ലോ, റസൂലിന് ഒരുപാട് മുഅ്ജിസത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്തുകൾ ഒന്നും ഇല്ലാന്ന് വെക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം മാത്രം മതി ആ അത്ഭുതകരമായ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് മുഅ്ജിസത്തുണ്ട്. ഖുർആനാണ് മഹത്തായ മുഅ്ജിസത്ത്. ഒരുപാട് അമാനുഷികതകളുണ്ട്. അതൊന്നും ഇല്ലാന്ന് സങ്കല്പിക്കാൻ അദ്ദേഹം പറയാണ്, റസൂലിന്റെ ജീവിതം ഉണ്ടല്ലോ, ഹയാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുഅ്ജിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം 1063 കൊല്ലക്കാലം മുത്തുനബി ജീവിച്ചിട്ട് ഒരാളെ വെറുപ്പിക്കുന്ന ഒരു വാക്ക് പോലും വന്നിട്ടില്ല, ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല, അല്ലെ? തന്റെ കൈകൾ കൊണ്ട് ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത വിധത്തിലുള്ള മഹത്തായ ജീവിതം. അതുകൊണ്ടാണ് നബിന്റെ ജീവിതം തന്നെ അത്ഭുതമാണ്. മഹാനായ സൈനുൽ ആബിദീൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, കുന്നാ നുഅല്ലിം അൽ മആസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായ കമാ നുഅല്ലിം സൂറത്തൻ മിനൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ കുറിച്ച്, അവിടുത്തെ സീറത്ത് ഞങ്ങൾ പഠിച്ചിരുന്നത് എങ്ങനെ അറിയാമോ? ഞങ്ങൾ പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും കമാ നുഅല്ലിം സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിലെ ഓരോ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സീറകളെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. സഹോദരങ്ങളെ, ആരാണ് റസൂൽ എന്ന് തിരിച്ചറിയൽ ബാധ്യതയാണ്, നമ്മുടെ ഹക്കാണ്. കേവലം കുറെ ധാരണകൾ മാത്രമല്ല, ഏതെങ്കിലും പാട്ടോ ഈരടികളോ മാത്രം പോരാ, അല്ലെ? ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ്, ആ റൂട്ടിൽ കൂടിയൊക്കെയാണ് പോവുക. ഇതിന് വലിയ പരിഗണനയാണ് സലഫു സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ നൽകിയത്. കാരണം, കുറച്ച് കാരണങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണി പറഞ്ഞുതരാം. എന്നിട്ട് ഇതിലെ ഏതൊരു ഭാഗത്തേക്കാണ് നമുക്ക് എത്താൻ കഴിയുന്നത് എന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് എഴുന്നേൽക്കേണ്ടത്. അള്ളാഹു തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിനെ, കലാമിനെ മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹബീബായ റസൂലിന്റെ ജീവിതത്തെ പഠിക്കുക എന്ന് പറയുന്നത്. എന്തിനാണ് റസൂലിനെ പഠിക്കുന്നത്? ഒന്നാമത്തെ കാരണം അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരാൻ. നിങ്ങൾ എഴുതി വെക്കണം മനസ്സിൽ. എന്തിനാണ് റസൂലിനെ പഠിക്കുന്നത്? റസൂലിനെ പിന്തുടരാൻ. ഒരാളെ ഇത്തിബാഅ് ചെയ്യണമെങ്കിൽ അറിയൽ നിർബന്ധമാണ്.
വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ റസൂൽ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ സ്വീകരിക്കണമല്ലോ. എന്താണോ ഒഴിവാക്കിയത്, അല്ലെ, വിരോധിച്ചത്, അത് നമ്മൾ ഒഴിവാക്കുകയും വേണം. അതിനെന്ത് വേണം? പഠിക്കണം. എന്തിനാണ് പഠിക്കുന്നത്? ഇത്തിബാഉ റസൂലിനാണ് പഠിക്കുന്നത്. നോക്കിയേ, എന്തിനു പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉത്തരം ഇത്തിബാഉ റസൂൽ. എന്നെ സ്നേഹിക്കണോ? എന്നെ സ്നേഹിക്കണോ? നമുക്ക് കാണാതറിയുന്ന ആയത്താണത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണോ? മഹബ്ബത്തുകൾ പരസ്പരം കിട്ടണോ? നിങ്ങൾ ഫത്തബിഊനി എന്നാണോ പറഞ്ഞത്? അല്ലെ, അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന്റെ അനിവാര്യതയാണ് ഇത്തിബാ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് പഠിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അറിയാത്ത ഓർമ്മപ്പെടുത്തി തരികയാണ് കേട്ടോ. ലോകത്തെ ഒരു വ്യക്തിയുമായും അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന് മാത്രം അതിന് കഴിയൂല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്തിബാ, അല്ലെ, റിസാലത്തിന്റെ ജീവിതമാണ്. മറ്റുള്ളവരെല്ലാം വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് അവരെ പിന്തുടരുക എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമല്ല. അവരുടെ ജീവിതം റിസാലത്ത് ഉൾക്കൊള്ളുന്നതുമല്ല. ബർണാഡ്ഷയായാലും നെപ്പോളിയൻ ആയാലും ഇനി ഇങ്ങനത്തെ ഓരോ മഹാന്മാരെ ആയി അറിയപ്പെടുന്ന ആളുകളെ എണ്ണല്ല കേട്ടോ. അവരാരായാലും ശരി, ഏതൊക്കെ മഹത്തുള്ള ആളുകളാണെങ്കിലും ശരി, അവർക്ക് എന്തില്ല? റിസാലത്തില്ല. റിസാലത്തുള്ള ആളുകളെ, അതില്ലാത്ത വ്യക്തികളുമായി നമ്മൾ എന്ത് ചെയ്യാനും പാടില്ല? താരതമ്യം ചെയ്യാനും പാടില്ല. റിസാലത്തുള്ളവർക്ക് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇവരെ പിന്തുടരൽ അനിവാര്യമാണ്. നിങ്ങൾ ഹബീബായി റസൂലിന്റെ ജീവിതം പരിശോധിച്ചിട്ടില്ലേ? എത്ര വരെ ജീവിതത്തിന്റെ അതീവ സൂക്ഷ്മതലം മുതൽ തങ്ങളുടെ ജീവിതത്തിന്റെ വ്യക്തമായ ജീവിത വ്യവഹാരങ്ങൾ വരെ എല്ലാ മേഖലകളും ഇത്രമേൽ സൂക്ഷ്മമായി ക്രോഡീകരിക്കപ്പെട്ടൊരു ജീവിതം ഹബീബായ റസൂലിന്റേതല്ലാതെ ലോകത്താരുടേതുമില്ല. ഇതാണ് റിസാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്തിബാഅ്. നമുക്ക് തുടർന്ന് പഠിക്കേണ്ടുന്ന കുറച്ച് ഭാഗമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഖുർആനും സുന്നത്തും അറിയണോ? റസൂലിനെ അറിയണം. റസൂലുള്ള പറഞ്ഞ എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത നബിയ്യി. അല്ലേ, ഞാനിതാ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഇട്ടേച്ചു പോവുകയാണ്. ആ രണ്ടെണ്ണത്തിനെയും നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. കാരണം ഈ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും അണപ്പല്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. ബലം വേണോ? അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം A to Z നമ്മൾ അറിയണം. എന്താണ് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഖാനൽ ഖുർആൻ യംശി അലൽ അർദ്. ഭൂമിക്ക് മീതെ നടന്നു പോകുന്ന ഖുർആനാണ് അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്നാണ്. അപ്പൊ നബിനെ അറിയാതെ നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ ശ്രമിച്ചാൽ ഖുർആൻ മാത്രം മതി, വേറെ വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാം. അങ്ങനെ ഒരാൾ ശ്രമിച്ചാൽ ഇത് പഠിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അനിവാര്യമാണ് ഹബീബായ റസൂലിന്റെ ജീവിതം എന്നുള്ളത്. അടുത്തൊരു ന്യായം നോക്ക്. നമ്മുടെ ഈമാൻ പൂർത്തിയാകാൻ റസൂലിനെ അറിയണം. റസൂലിനെ സ്നേഹിക്കുന്നതിലൂടെയാണ്, അനുസരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. ഈ ഹദീസിന്റെ, ഈ നബി വചനത്തിന്റെ ബയാൻ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. ഞാൻ അതിന്റെ അർത്ഥം മാത്രം പറഞ്ഞു തരികയാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂലാട്ടോ. നിങ്ങളിൽ ഒരാളും മുഅ്മിനാകൂല. ഇത് ശരിയാ. എന്നെ സമ്പൂർണമായി ഇഷ്ടപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്നതിലൂടെയല്ലാതെ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കാൾ, എല്ലാ ജനങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടവൻ ഞാനായി തീരണം.
നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവം ഓർമ്മപ്പെടുത്തി തരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടില്ലേ, നബി എനിക്ക് ഇന്റെ തടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ സംഭവം പറയണ എങ്ങനെ അറിയോ? നബി പിടിച്ചിട്ട് തള്ളി നമ്മൾ പിടിച്ചു കുലുക്കിയെന്നാണ്. ഇത് കണ്ടപാടെ ഉമർ റളിയല്ലാഹു അൻഹു അപ്പം മനസ്സിലാക്കി എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ റസൂലുള്ളാഹി ചെയ്യൂലല്ലോ. നബി പിടിച്ചൊരു കുലുക്കൊരു തള്ളു പോലെ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. ഒരു ഭാഗത്ത് കാണുന്നത് നബി ഉമറിന്റെ പുറത്തുനിന്ന് ഒരു അസാധാരണമായ ഒരു ശക്തമായി ഇങ്ങനെ തടവി കൊടുത്തു. അപ്പൊ ഉമർ ഇങ്ങനെ മനസ്സിലാക്കി, പ്രശ്നം ഞാൻ പറഞ്ഞില്ല, എന്താ തെറ്റിയത്? ഹബീബായ റസൂലേ, നിങ്ങളാണ് എന്നേക്കാളും മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്റെ കാര്യം വരെ എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴാണ് ഉമറേ ശരിയായത് എന്ന്. അപ്പൊ എന്തിന് ഹബീബായ റസൂലിന്റെ സീറത്ത് പഠിക്കുന്നു? ഉത്തരം, ഒന്നാമത്തെ ന്യായം, ഈമാനിന്റെ കമാലിയത്ത് കിട്ടണോ, ഈമാനിന്റെ പൂർത്തീകരണം വരണോ, അതവിടെ ആ റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ പഠിക്കണം. മറ്റൊന്ന് ജ്ഞാനവർദ്ധന, ഇൽമ് ശരിയായി കിട്ടണോ, ശരിയായ ഇൽമ് കിട്ടണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിലൂടെയാണ്, ആ ജീവിതം പഠിക്കുന്നതിലൂടെയാണ് അത് കിട്ടുക. നോക്കിയേ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സൂറത്ത് ജുമുഅയിൽ അങ്ങനെ ഒരു വാക്കില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു നിയോഗിക്കുന്ന എവിടെന്നാണ്? ഫിൽ ഉമ്മiyyin, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും. ആ നിരക്ഷരരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ നമ്മൾ റസൂലായിട്ട് കൊണ്ടുവരികയാണ്. എന്താണ് അവരുടെ ഡ്യൂട്ടി? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. വയുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് നൽകുകയാണ്. എന്നിട്ട് പറഞ്ഞത് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? അതിന് ബയാൻ ചെയ്തെടുത്ത് കാണാം, ലാലത്തുൽ മുഅ്മിൻ, ലാലത്തുൽ മുഅ്മിൻ. ഹിക്മത്ത് എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ നഷ്ടപ്പെട്ട വസ്തുവാണ്. യഖുദുഹാ അന്നാ വജദഹാ, എവിടെന്നാണോ അതിനെ കാണുന്നത് അവിടെ നിന്ന് സ്വീകരിക്കണം. അപ്പൊ ചോദിക്കാണ്, അങ്ങനെ ഒരു നിർവചനം കൊടുത്തപ്പോ വമൽ ഹിക്മത്ത് യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലേ എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഇൽമുൻ നാഫിഅ്, ഉപകാരമുള്ള അറിവാണ്. നമ്മളോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 പ്രാർത്ഥനകൾ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു. ഉപകാരമുള്ള അറിവാണ് ഞാൻ ചോദിക്കേണ്ടതെന്നാണ്. ആ ഉപകാരമുള്ള അറിവെന്ന് പറയുന്നത് ഹബീബായ റസൂലിന്റെ ജീവിതത്തിലേക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂലിനെ അറിയണം, ആ സീറത്ത് എന്താണെന്ന് അറിയണം. അടുത്ത ന്യായം എന്താ അറിയാമോ? എന്തിനാണ് റസൂലിനെ പഠിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ. ദുനിയാവിൽ ഏതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ? സ്നേഹം ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വസ്തുവിനോട് സ്നേഹം ഉണ്ടാവണോ, സ്നേഹം വർദ്ധിക്കണോ, അതിനെ അറിയണം. അറിഞ്ഞാൽ സ്നേഹം കൂടും. അറിവില്ലാത്തൊരു സാധനത്തിനോട് നമുക്ക് അഭിനയമാണ് കൂടുക. പറഞ്ഞത് അറിഞ്ഞാൽ സ്നേഹം ഉണ്ടാവും, ഇല്ലെങ്കിൽ അഭിനയം ഉണ്ടാവും. ഇന്ന് പ്രിയരെ, നിങ്ങൾ അനങ്ങിയിരുന്ന് കേട്ടോക്കി, ഹബീബായ റസൂലിനോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് വാക്കിന് പുറത്തുള്ള സ്നേഹമാണോ എന്നുള്ളത്. നമുക്ക് സ്നേഹിക്കാൻ കഴിയും, ഒരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് റസൂലിനെ ഓർത്തെടുത്ത് ഓരോ സെക്കൻഡിലും കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ പ്രയോറിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരണം. ഉറക്കൊഴിക്കണോ? നമുക്ക് കൗമിനും പ്രയാസമുണ്ടോ? 3 മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്. ഉറങ്ങാതെ ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടണോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിച്ചു കൂട്ടിയതല്ലേ? നമ്മളുടെ പരിഗണനയിൽ വ്യത്യാസം വരുന്നുള്ളൂ. നമ്മുടെ മനസ്സിന് നിന്ന് കൊടുക്കുന്ന ഒരു പരിഗണന ഉണ്ടല്ലോ, അതുണ്ട് എന്നുണ്ടെങ്കിൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ കഴിയും. നമുക്ക് എന്ത് നന്മകളും ചെയ്യാൻ കഴിയും. മനസ്സിനൊന്ന് ഉറപ്പിക്കണം എന്നുള്ളതാണ്. അതിനെന്ത് വേണമെന്നറിയാമോ? അഭിനയമില്ലാതെ സ്നേഹിക്കണമെങ്കിൽ ആഴത്തിലുള്ള അറിവ് വേണം. മുഹമ്മദുൻ ദിക്റുഹു,
റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റു ഫറളുൻ അലൽ ഉമമി. അല്ലാഹുവിന്റെ ഹബീബിനെ അറിയുക എന്നതാണ് നമ്മുടെ നഫ്സിന്റെ ആശ്വാസം എന്ന് പറയുന്നത്. ഈ ഉമ്മത്തിന് ഫറളാണ് ഹബീബായ റസൂലിനെ അറിയാന്ന് പറയുന്നത്. കവിതകളിൽ ഇങ്ങനെ നബിനെ വർണ്ണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കി അങ്ങനെ നമ്മൾ അറിയുമ്പോ 100 ആളുകളുടെ ലിസ്റ്റ് ഇട്ടിട്ട് ഒന്നാമൻ നബിയാണെന്ന് സന്തോഷിക്കുകയൊന്നും നമ്മൾ വേണ്ട. കാരണം ആരുടെയൊക്കെ കൂടെ എണ്ണുന്നത് അങ്ങനെ എണ്ണുന്ന ഒരു കാറ്റഗറിയിൽ അല്ലല്ലോ റസൂൽ വരേണ്ടത്. മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലൽ ഖദമി. അഅറാബിയാവട്ടെ അഅജമിയാവട്ടെ എല്ലാവരെക്കാളും ഈ മഖ്ലൂഖാത്തുകളിലെ അശ്റഫുൽ ഖൽഖാണ് ഈ ഭൂമുഖത്ത് 2 കാലിൽ നടക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഖൈറുള്ളവനാണ് ആ റസൂൽ. റസൂലിന്റെ വിശേഷണങ്ങൾ ഇങ്ങനെ നോക്കുക. ഈ വിശേഷണങ്ങൾക്ക് ഭൂമിയിൽ അർഹൻ ഒരാൾ മാത്രമാണ്, അതാണ് റസൂല്. എല്ലാ നന്മയുടെയും സമുച്ചയമാണ്, എല്ലാ നന്മയുടെയും സമാഹാരമാണ്. അതീവ രഹസ്യങ്ങളായ നന്മകളെ സ്വീകരിക്കാൻ നിങ്ങൾ ആരുടെ ജീവിതമാണ് റഫറൻസായി സ്വീകരിക്കേണ്ടത്? നിസ്സംശയം നമുക്ക് പറയാം, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ. എന്റെ കുട്ടി എന്നെ പോലെ ആയാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? പഠിച്ചോനെ നിന്റെ മക്കള് എന്നെ പോലെ ആയാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? കഴിയാത്ത സ്വകാര്യതകൾ മുഴുവനും ഒരു മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് നമ്മളെ അറിയില്ലേ? അവിടെയാണ് സ്വകാര്യതകളുടെ അങ്ങേ അറ്റത്തെ സൂക്ഷ്മമായ മേഖലകൾ വരെ. ആരെ പിന്തുടരാം? സ്നേഹം വർദ്ധിക്കാൻ നബിനെ അറിയണം, നമ്മുടെ ബാധ്യതയാണ്. സലഫുകൾ ഇതിനു വേണ്ടി സമയവും സമ്പത്തും നീക്കി വെച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സിദ്ദീഖുൽ അക്ബർ ആണല്ലോ. അത് ഓരോ നിമിഷങ്ങളിൽ വരെ, ഓരോ സന്ദർഭങ്ങളിൽ റസൂൽ അവരിങ്ങനെ ഓർത്തെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. അവരുടെ ഉപ്പ അബൂ ഖുഹാഫ മുസ്ലിമാവുക, പ്രായാധിക്യം എത്തിയിട്ടാട്ടോ മുസ്ലിമാവുന്നത്. ഷഹാദത്ത് ചൊല്ലാൻ വേണ്ടി റസൂലിന്റെ അടുക്കലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്തിനങ്ങോട്ട് വന്ന്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പ്രായത്തെ പരിഗണിച്ച് പറയാം. അവരുടെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു. അങ്ങനെ ലമ്മാ വലഅ യദഹു അലാ യദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബക്കാ അബൂബക്കർ. ഖുഹാഫ എന്ന വാപ്പയുടെ കയ്യ് റസൂലിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകി. റസൂൽ ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഇല്ല റസൂലേ, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു എന്റെ അപ്പ ഷഹാദത്ത് കലിമ ചൊല്ലുക എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് അത് കാണാൻ എനിക്ക് കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ അതുപോലെ അമ്മ എളാപ്പ ഷഹാദത്ത് കലിമ ചൊല്ലണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണാസന്നനായി അദ്ദേഹം കിടക്കുന്ന സന്ദർഭത്തിൽ വരെ യാ അമ്മി അമ്മി എന്ന് വിളിച്ചുകൊണ്ട് ആഗ്രഹം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചൊല്ലാൻ ഭാഗ്യം കിട്ടാതെയല്ലേ സാധുവായ അബൂ താലിബ് ഈ ലോകത്ത് വിട പറഞ്ഞത് എന്നിങ്ങനെ ഓർത്തപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയതാണ്. വല്ലാതെ അറിയാതെ കരച്ചിൽ വന്നു. അത് പറഞ്ഞെന്തിനറിയാം? അവർക്ക് എന്തിനും അവർ ചേർത്തി ആലോചിക്കുന്നത് ഹബീബായ റസൂലിനാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിങ്ങനെ ഒരു വിമർശനാത്മകമായി മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. എന്റെ വേറെ ഭാഗം ഞാൻ പറയുന്നില്ല. നമുക്ക് എന്തൊക്കെയാണെങ്കിലും ചില നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ള മുന്നിലാണോ പിന്നിലാണോ പറയാൻ ചെയ്യുന്നില്ല. മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തെടുത്ത് നോക്കുക. അല്പം മനസ്സ് പൊട്ടി തന്നെ കണ്ണ് നനഞ്ഞു തന്നെ നമ്മൾ അറിയിക്കണം. ഹബീബായ റസൂൽ എന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചില നേരങ്ങളിലൊക്കെ റസൂലുള്ള പിന്നോട്ട് പോകുന്നുണ്ടോ?
അടുത്തത് സഹോദരങ്ങളെ, എന്തിനാണ് റസൂലിനെ അറിയേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിക്കുക. ഇത് നമ്മുടെ റസൂലിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളുടെയും ബാധ്യതയാണ്. ഇന്ന് ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ അടിസ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വക്രീകരിക്കുക എന്നതാണ്, അല്ലേ? വഷളാക്കുക, അവിടുത്തെ പത്നിമാരെ, നമ്മുടെ ഉമ്മമാരെ മോശമാക്കുക. ഇത്തരം പ്രവണതകൾ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്തറിയപ്പെടുന്ന പ്രത്യേകം പ്രൈസുകൾ, സമ്മാനങ്ങൾ നൽകുക. സമ്മാനത്തിന്റെ പേരൊന്നും ഞാൻ പറയില്ല, ആലോചിച്ചു. അവർക്ക് നൽകി അവരെ ആദരിക്കുക. ഈ ലോകത്ത് അസ്തിത്വ പ്രതിസന്ധികൾ നേരിടുന്ന ഏതെല്ലാം ആളുകളുണ്ടോ, നിലനിൽപ്പിന് വേണ്ടി കൊടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരു കുപ്രസിദ്ധി നേടുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുക നബിനെ കുറ്റം പറയല്. ഇതിലൊക്കെ അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഭരണകൂടത്തിന്റെ തൃപ്തി വേണോ, മറ്റുള്ള ആളുകൾക്കിടയിൽ കുപ്രസിദ്ധി നേടണോ, അതിനൊക്കെ അവരാക്ഷേപിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയായി. ഇപ്പൊ യൂറോപ്പിനെ പരിശോധിച്ച് നോക്കിയേ, അവർ അള്ളാഹനെ വിമർശിക്കൂലല്ല. കാരണം അവരുടെ വിശ്വാസത്തിൽ ദൈവമുണ്ട്. ബൈബിളിലാവട്ടെ തോറയിലാവട്ടെ ഏകനായ ഇലാഹിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് അള്ളാഹ് എന്ന് തന്നെയാണ്. അള്ളാഹനെ ഉപയോഗിക്കാം, അള്ളാഹനെ അവർ കുറ്റം പറയല്ല. കാരണം യഹോവയിൽ അതിന്റെ വേറൊരു പേരിൽ അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ. വിമർശനത്തിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. കാർട്ടൂണുകളായി, നോവലുകളായി, സിനിമകളായി, അല്ലെ, സാഹിത്യങ്ങളായി അതെല്ലാം വിജയിക്കണമെങ്കിൽ, ലോകത്ത് അവരാഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തണമെങ്കിൽ റസൂലിനെ കേന്ദ്രീകരിച്ചാ വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ആരാ ഉള്ളത്? നമ്മളല്ലേ? നമുക്ക് റസൂലിനെ അറിയോ? ചോദിക്കുന്ന ചോദ്യം ഇവിടെ ശരിക്കും നമ്മള് ഇങ്ങനെ വലതുഭാഗത്ത് നമ്മുടെ കൈ ഇങ്ങനെ വെക്കണം. ചില ആരോഗ്യശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് മനസ്സ് ശരിക്കും ഇവിടെയാണെന്ന, വലതുഭാഗത്താണെന്ന്. ഇവിടെ ഹൃദയമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ കൈവെക്കുക, ഇവിടെ എങ്ങനെ ശാന്തമായി കൈവച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിച്ചു നോക്കിയേ. പല ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് തോന്നുക അങ്ങനെ തന്നെയാണല്ലേ എന്ന. കാരണം നമുക്കറിയാത്തത് കൊണ്ട് നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അള്ളാഹ് പറഞ്ഞെന്തറിയോ? അല്ലാഹു അല്ലാത്ത ആളുകളെ, ഇലാഹുകളെ വരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന്, ഈ പരിഹാസ്യ രൂപേണ സംസാരിക്കുന്നവരിൽ നിന്ന് നിന്നെ ഞാൻ സംരക്ഷിക്കും, ഞാൻ മതി നിനക്ക്. അതുകൊണ്ട് ഈ മുശ്രിക്കുകളെ എന്ത് ചെയ്യണമെന്നറിയോ? നീ അവഗണിക്കുക എന്നാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്. അല്ലാഹുവിന്റെ കലാമാണത്. നബിന്റെ കൂടെ ആദ്യകാലത്ത് കൊണ്ട് രണ്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയോടുകൂടെ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കി. വല്ലാഹു യഅസിമുക മിനന്നാസ്. എന്തെല്ലാം കുതന്ത്രങ്ങൾ ലോകത്ത് ഉപയോഗിക്കുമ്പോഴും വളരുന്നത് ആരാ കടന്നു വരുന്നതൊക്കെ ചേർത്തി ആലോചിച്ച് നോക്കുക. അങ്ങനെയൊക്കെ കടന്നു വരുന്ന എങ്ങനെ അറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് പഠിച്ചുകൊണ്ടാ വരുന്നത്, അല്ലേ? ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്. അള്ളാന്റെ ദീൻ സ്വീകരിക്കാൻ ഈ ലോകത്ത് ഒരധ്വാനവും ചെയ്യാത്തവരാണ് ഞാനും നിങ്ങളും. ഒരാള് മുസ്ലിം ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബാധ്യതകൾ, പ്രയാസങ്ങളുണ്ട്. മുസ്ലിമായി ഇസ്ലാമിലേക്ക് വന്ന മറ്റുള്ള ഭാഗത്തുനിന്ന് വന്ന ആളുകൾ അനുഭവിക്കുന്ന അവര് താണ്ടിയ പ്രതിസന്ധികൾ എത്രയാണ്. നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവും. നമ്മളെ ജന്മനാ തന്നെ അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചില്ലേ? അങ്ങനത്തെ ഒരു ഉപ്പാന്റെയും മകനായി നമ്മൾ ജനിച്ചില്ലേ? എന്നിട്ട് ഈ ദീനിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾ ആലോചിച്ചു നോക്കി. പ്രിയരെ, നമ്മളെ വേദനിപ്പിച്ചാലേ പലവർക്കും ആശ്വാസം വരൂ. ഇത് ഇന്നുള്ളത് മാത്രല്ല, പണ്ടേ അങ്ങനെയാണ്. ജൂതൻ വന്നിട്ട് നബിന്റെ വീട്ടിൽ വിരുന്നു കൂടിയ ജൂതന്റെ ഒരാള് വരെ നബിന്റെ വിരിപ്പില് മലമൂത്ര വിസർജനം ചെയ്തിട്ടല്ലേ പോയത്. കഥ ഞാൻ ആവർത്തിക്കല്ല, പറഞ്ഞു നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്കാൻ പറ്റതാണ്. ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് കിടക്കാൻ വിരിപ്പ് കൊടുത്തിട്ട് ആ വിരിപ്പിൽ വരെ ഈ ദുഷ്കർമ്മം ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ കൊടൂരത എത്രയായിരിക്കും. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ചില തടവറകളിലെ പീഡനങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്നും പാവങ്ങളായ പശ്ചിമേഷ്യയിലെ പാവങ്ങളെ പല തടവറകളിലിട്ട്
മുതലകൾക്ക് വരെ ഭക്ഷണമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും സഹോദരങ്ങളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയരെ, ഖുർആൻ വലിച്ചു കയറുക, ഖുർആനിലേക്ക് മലമൂത്ര വിസർജനം നടത്തുക, മുസ്ലിമീങ്ങളുടെ മുഖത്ത് വൃത്തികെട്ട രക്തങ്ങൾ തേക്കുക, നമസ്കാര സ്ഥലത്തേക്ക് സുനകന്മാരെ അഴിച്ചുവിടുക, അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ നടത്തുന്നുണ്ട് ആളുകള്. പക്ഷേ എങ്ങനെ പ്രതിരോധിക്കണം നമ്മൾ കൃത്യമായി പഠിക്കണമല്ലോ. ഈ പണ്ടു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രതിരോധിക്കേണ്ടത് റസൂലിനെ നേരെ അവതരിപ്പിച്ചുകൊണ്ടാണ്. ആ റസൂലിനെ നമുക്കറിയണ്ടേ, ആ റസൂലിനെ നമുക്കറിയണ്ടേ. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് അത് പ്രചരിപ്പിക്കുക എന്നതും. അതുകൊണ്ട് നമ്മൾ നിലനിൽക്കാൻ അള്ളാഹു വെച്ച യോഗ്യത, നിബന്ധന പ്രബോധന പ്രവർത്തനങ്ങളാണ്, ദീനിന്റെ പ്രചരണമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ദീനിനെ ജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശരീരം കൊണ്ടും ഇൽമ കൊണ്ടും അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇന്ന് യുക്തിവാദികളും മുറിനാസികന്മാരും ലിബറലിസ്റ്റുകളും ഒക്കെ ഓരോ കോണിലും അവരെ ശ്രദ്ധാകേന്ദ്രമായി റസൂല് മാറുമ്പോ വിമർശകന്മാരാലും അല്ല അവരെ ഉൾക്കൊള്ളുന്നവരാലും ഹബീബായ റസൂലിന്റെ നാമത്തെ അള്ളാഹു ലോകത്തുയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ റസൂലിനെ അങ്ങേയറ്റം മനസ്സിൽ ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്തു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് റസൂലിന്റെ പ്രചരണം, ആ റസൂലിന്റെ പ്രതിരോധം, ആ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നത്, ആ പ്രോസസ്സിൽ നമ്മളും പങ്കാളികളാവണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. കൃത്യമായി പഠിക്കണം. ഇല്ലെങ്കിൽ ഈമാനിന് ഒരു കമാലിയത്ത് ഉണ്ടാവില്ല, എങ്ങനെങ്കിലും ജീവിച്ചു മച്ചുപോകലേ ഉണ്ടാവുള്ളൂ. കൊണ്ട് ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. ആയത്തിനെ മനസ്സിൽ മായാത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തി വെക്കണം. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാണ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ നാവ് കൊണ്ട് മാത്രം അംഗീകരിച്ചാൽ പോരാ, മനസ്സ് കൊണ്ടുകൂടി അംഗീകരിക്കണം. അതുകൊണ്ടാണല്ലോ ഷഹാദത്ത് കലിമന്റെ അർത്ഥം പറയുന്നിടത്ത് നമ്മൾ പണ്ടൊക്കെ ചൊല്ലിപ്പഠിച്ചത് എങ്ങനെയാണ്? മനസ്സ് കൊണ്ട് ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറയുക എന്നാണ്. അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ, ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നന്നായി നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ആ ഭാഗത്ത് തകരാറ് വരരുത്. ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്, ഉപയോഗപ്പെടുത്തണം. ഒരു സംഭവം ചെറുതായി പറഞ്ഞുതരാണ്. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി യുഹിബ്ബുക റസൂലേ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെ സ്നേഹിക്കുന്നു. റസൂൽ കേൾക്കാത്ത പോലെ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇന്നി യുഹിബ്ബുക, ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സറിഞ്ഞുകൊണ്ട് തന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. റസൂൽ എനിക്ക് അത്യധികം നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോ റസൂൽ പറഞ്ഞെന്തറിയോ? പരീക്ഷണങ്ങൾ ഒരുങ്ങിക്കോ. എന്താ പരീക്ഷണങ്ങൾ എന്നറിയോ? ഏതിലും എന്തിലും ഇത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമാണോന്ന് നോക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒന്നാമത്തെ ഉത്തരവാദിത്വം. അതിന് അള്ളാഹ് ഇഷ്ടപ്പെടുവോ, റസൂലിന് ഇഷ്ടാണോ എന്നുള്ള ചിന്ത വേണം. അത് നമ്മൾ തേടണം. ആ തേട്ടം എങ്ങനെ അറിയാമോ? വേഗത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയണതാണ്. പടച്ചോനെ, ഇളകാത്ത ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നശിക്കാത്ത, നശിച്ചു പോവാത്ത, എന്നെന്നും നിലനിൽക്കുന്ന അനുഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ, അനുഗ്രഹത്തിന്റെ ഉന്നത സ്വഭാവമായ
ആ സ്വർഗീയ ആരാമത്തിൽ ഹബീബായ റസൂലിന്റെ കൂടെയുള്ള മുറാഫഖത്തും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദു വനഈമൻ ലാ യൻഫദു വമുറാഫഖത നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅലൽ ജന്നത്തിൽ ഖുൽദി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് തൗഫീഖിന് വേണ്ടി ചോദിക്കണം. അതാണ് നമ്മുടെ വിജയം. പഠിച്ച് മനസ്സിലാക്കി ഈ ഒരു അല്പം കൂടി അസ്വസ്ഥത നിറഞ്ഞ കാലഘട്ടത്തിൽ ഈമാനിന്റെ പേരാളികളാവാൻ, ഈമാനിന്റെ വെളിച്ചമാവാൻ, പക്ക മുഅ്മിനാകാൻ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് അവനെ സ്നേഹിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ഹബീബായ റസൂലിനെ അറിഞ്ഞ് പഠിച്ച് അന്വേഷിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തിബാഅ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ ദീനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് തന്ന് തുണക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അതിൽ പലരും രോഗക്കിടക്കയിലാണ്. അല്ലാഹുവേ, അവർക്ക് നിന്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ട് ശിഫ നൽകി ആഫിയത്ത് നൽകി നീ തുണക്കണമേ. ഞങ്ങളെയും അവരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, സകലമാന മുസീബത്തുകളിൽ നിന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ക്രൂരന്മാരായ ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങളെയും രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഭരണാധികാരികൾക്ക് ഭരണീയരായ ആളുകളോട് കാരുണ്യവും സ്നേഹവുമുള്ള മനസ്സ് നീ ഉണ്ടാക്കി കൊടുക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ അഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله.